ഹലോ, വെൽക്കം ബാക്ക്. നമ്മളൊരു സിമ്പിൾ സി പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്ന് ഓൾറെഡി ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ആ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരൊറ്റ ഹെഡർ ഫയൽ മാത്രമാണ് യൂസ് ചെയ്തത്. stdio.h അറിയുന്ന ഒരൊറ്റ ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. പക്ഷേ ചില സിയുടെ എഡിറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് പലപ്പോഴും കാണില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഈ ഒരു കോഡ് ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഗെറ്റ് CH ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഈ ഗെറ്റ് CH കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഡ് അറിയുന്ന #include stdio.h #include con.i.h ദെൻ നമ്മുടെ മെയിൻ പ്രോഗ്രാം ഒരു പ്രിൻ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില എഡിറ്ററിൽ എന്ത് പറ്റും, ഈ റിസൾട്ട് നമുക്കിങ്ങനെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ജസ്റ്റ് ഈ മെസ്സേജ് അങ്ങ് പ്രിൻ്റ് ചെയ്യും, വിത്തിൻ സെക്കൻഡ് ആ സ്ക്രീൻ അങ്ങ് എക്സിറ്റ് ആയി പോകും. അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കിയിട്ട് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ടും കുറച്ച് നേരം അവിടെ സ്ക്രീനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റ് CH അറിയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ ഗെറ്റ് CHൻ്റെ കോഡ് കിടക്കുന്നത് con.io.h അറിയുന്ന ഹെഡർ ഫയലിലാണ്. അതിൻ്റെ ലൊക്കേഷൻ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അതിലോട്ട് മൗസ് പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ലൊക്കേഷനിലാണ് കിടക്കുന്നതെന്ന് അവിടെ കാണാൻ പറ്റും. അപ്പോൾ con.io.h അറിയുന്ന ഒരു ഹെഡർ ഫയൽ, അങ്ങനത്തെ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടാവും. ആ ഫയലിൻ്റെ അകത്താണ് ഗെറ്റ് CH അറിയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ കോഡ് കിടക്കുന്നത്. അപ്പോൾ ഗെറ്റ് CH എന്തുകൊണ്ട് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചില എഡിറ്ററിൽ നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഔട്ട്പുട്ട് ഇങ്ങനെ കാണില്ല, ജസ്റ്റ് വിത്തിൻ സെക്കൻഡ് അത് എക്സിറ്റ് ആയി പോകും. ഗെറ്റ് CH യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കീ പ്രസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ T എന്ന് പറയുന്ന ഒരു കീ പ്രസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു H അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ, സ്പേസ് ബാറോ അങ്ങനെ എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നവരെ നമ്മുടെ ഔട്ട്പുട്ട് ഇതേപോലെ നിൽക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡേവ് C++ പറയുന്ന എഡിറ്ററാണ്, അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്ന പ്രോഗ്രാമിൽ സാധാരണ ഗെറ്റ് CH യൂസ് ചെയ്യാറില്ല. പക്ഷേ ചില പ്രോഗ്രാമിൽ നിങ്ങൾ മറ്റ് ടർബോസിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗെറ്റ് CH എഴുതേണ്ടി വരും, കാരണം നമ്മുടെ ഔട്ട്പുട്ട് കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് CH അറിയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഗെറ്റ് CH യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഹെഡർ ഫയൽ con.io.h അറിയുന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ ഉൾക്കൊള്ളിക്കണം. അതുകൊണ്ടാണ് #include con.io.h #include stdio.h ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പ്രിൻ്റ് വേണ്ടി നമ്മൾ stdio.h യൂസ് ചെയ്യുന്നത്, ഗെറ്റ് CHന് വേണ്ടി con.io.h യൂസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.